പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും 4ാം ക്ലാസ്സിലെ പരിസര പഠനം ക്ലാസ് മുറിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മലയാളം മീഡിയം ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, പരിസര പഠനം 2 ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ 6 ചാപ്റ്ററുകളുണ്ട്. ഇന്ന് മാഷ് പഠിപ്പിക്കുന്നത് ഇതിലെ 3ാമത്തെ ചാപ്റ്ററാണ്. എന്താ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്? സ്വാതന്ത്ര്യത്തിലേക്ക്. വളരെ പ്രധാനപ്പെട്ട, നാം ഭാരതീയർ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, ആവേശം കൊള്ളേണ്ട ഒരു ചാപ്റ്ററാണ് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന ചാപ്റ്റർ. നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ആചരിക്കാറുണ്ടല്ലേ? വായനാ ദിനം ആചരിക്കാറുണ്ട്, ശിശുദിനം ആചരിക്കാറുണ്ട്, രക്തസാക്ഷി ദിനം ആചരിക്കാറുണ്ട്, റിപ്പബ്ലിക് ഡേ ആചരിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ, വർഷത്തിലെ 365 ദിവസങ്ങളിൽ പല ദിവസങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ദിവസമാണ് ആഗസ്റ്റ് 15. എന്താ ഈ ഓഗസ്റ്റ് 15ൻ്റെ പ്രത്യേകത? അന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഏത് വർഷമായിരുന്നു? 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂട്ടുകാർക്കൊരു സംശയമുണ്ടാകും. 1947 ഓഗസ്റ്റ് 15 മുന്നേ നമ്മെ ആരായിരുന്നു ഭരിച്ചിരുന്നത്? ആരൊക്കെ നമ്മെ ഭരിച്ചിരുന്നു? അവർ എന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്? അവർ ഇന്ത്യയിൽ നിന്ന് എന്നാണ് പോയത്? അവർ ഇന്ത്യയിൽ നിന്ന് പോകുന്നതിന് വേണ്ടി സമരങ്ങൾ നടത്തിയപ്പോൾ ആരൊക്കെയാണ് അതിന് നേതൃത്വം നൽകിയത്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന വിദേശിയുടെ പേര് നമുക്കൊക്കെ ഒരുപക്ഷെ അറിയുമായിരിക്കും. എന്നാണ് വന്നതെന്നറിയോ? വന്നത് 1498 കൃത്യം 523 വർഷങ്ങൾക്ക് മുമ്പ് 1498. 1498 ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശി പോർച്ചുഗീസുകാരനാണ്. പോർച്ചുഗീസ് നാവികൻ. അദ്ദേഹത്തിൻ്റെ പേര് വാസ്കോ ഡ ഗാമ എന്നാണ്. ഇന്ത്യ വിശാലമായ രാജ്യമാണ്. അദ്ദേഹം എവിടെയാണ് വന്നതെന്നറിയോ? വാസ്കോ ഡ ഗാമ. യെസ്, വാസ്കോ ഡ ഗാമ വന്നത് നമ്മുടെ തൊട്ടടുത്ത, നമ്മുടെ കൊച്ചു കേരളത്തിലെ കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ്. വാസ്കോ ഡ ഗാമയെ കണ്ടിട്ടുണ്ടോ? ഇതാണ് വാസ്കോ ഡ ഗാമയുടെ ചെറിയ പ്രായത്തിലുള്ള ഒരു ചിത്രം. വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നത്, ഇന്ത്യ ഭരിക്കാനൊന്നുമല്ല, ഇന്ത്യ പിടിച്ചടക്കാനല്ല. പിന്നെ എന്തിനായിരുന്നു? കച്ചവടം ചെയ്യാനായിരുന്നു, ബിസിനസ് നടത്താൻ. ഇന്ത്യയിലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തുച്ഛമായ വിലക്ക് വാങ്ങി അവരുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി ബിസിനസ് നടത്തുക, കച്ചവടം നടത്തുക എന്ന താല്പര്യത്തിലായിരുന്നു വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നത്. വാസ്കോ ഡ ഗാമ വന്നതിന് ശേഷം പിന്നീട് മറ്റ് പല രാജ്യങ്ങളിലെ ആളുകളും ഇതേപോലെ കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നീട് ഇന്ത്യയിലേക്ക് വന്നവരാണ് ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അങ്ങനെ പലരും. അതിൽ അവസാനമായിട്ട് വന്ന ആളുകളാണ് 1600-കളിലാണ് അവർ വരുന്നത്. എന്നാൽ വാസ്കോ ഡ ഗാമ വന്നത് 1498. 1600-കളിൽ ബ്രിട്ടീഷുകാർ, ഇംഗ്ലണ്ടുകാർ ഇന്ത്യയിലേക്ക് വന്നു. 1600-കളിൽ ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ ഒരു പ്രസ്ഥാനം തുടങ്ങുകയും ഇന്ത്യയുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യയുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുന്നതോടുകൂടി ഇന്ത്യ അന്ന് ഭരിച്ചിരുന്ന പല നാട്ടുരാജാക്കന്മാരുമായിട്ട്
സംസാരിക്കുകയും ഇന്ത്യയിലെ പല ഭാഗങ്ങളുടെയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. തന്ത്രപരമായ പല നീക്കങ്ങളിലൂടെ ഇന്ത്യയുടെ കൊച്ചു കൊച്ചു പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന് കീഴിലായി. അങ്ങനെ പതുക്കെ പതുക്കെ ഇന്ത്യ ഒട്ടുക്കും ബ്രിട്ടീഷുകാർ ഭരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരല്ലാത്ത ആളുകൾ ഇന്ത്യ ഭരിക്കുമ്പോൾ അവരെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞയക്കാൻ ഒരു താല്പര്യമുണ്ടാകും. അങ്ങനെ പല സമരങ്ങളും നടന്നു. പല സമരങ്ങളും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി നടന്നിട്ടുണ്ട്. അതിൽ സുപ്രധാനമായ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന ഒരു സമരമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയും. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിക്കൽ എന്നുള്ള സ്ഥലത്താണ് അത് നടന്നത് 1721. അതിനുശേഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല രൂപത്തിലുള്ള സമരങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ അക്രമഭരണത്തിനെതിരെ, അവരുടെ അനീതിക്കെതിരെ, അവരുടെ അടിച്ചമർത്തലുകൾക്കെതിരെ. അതിലെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്ന 1857 സമരം. ബ്രിട്ടീഷുകാർ അതിനെ കളിയാക്കിക്കൊണ്ട് ശിപ്പായി ലഹള അല്ലെങ്കിൽ ശിപ്പായി കലാപം എന്നാണ് വിളിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ തന്നെ തൊഴിലാളികളാണ് ഈ സമരം തുടങ്ങിയത്. മീററ്റിലാണ് ഈ സമരം തുടങ്ങിയതെങ്കിലും പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അത് വ്യാപിക്കുകയുണ്ടായി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും അതിൻ്റെ മുന്നേയും ഒത്തിരി സമരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു വ്യവസ്ഥാപിതമായ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവന്നത് നാം എല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട ബാപ്പുജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ്. ബാപ്പുജിയെ നമ്മൾ ഫാദർ ഓഫ് ദി നാഷൻ എന്നാണ് വിളിക്കുന്നത്, രാഷ്ട്രപിതാവ്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മുഴുവനായിട്ടുള്ള പേര് നിങ്ങൾക്കറിയുമോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അപ്പോൾ ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ ഉണർവുണ്ടായത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1-ാമത്തെ പേജിൽ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് ഗാന്ധിജിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് പറയുന്നതിന് മുന്നേ ഗാന്ധിജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നാം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും നോട്ട്ബുക്ക് ഉണ്ടല്ലോ. നോട്ട്ബുക്കിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെഴുതിക്കൊള്ളൂ. ആദ്യം അധ്യായം 3. എന്താ 3-ാമത്തെ പാഠത്തിൻ്റെ പേര്? സ്വാതന്ത്ര്യത്തിലേക്ക്. എല്ലാവരും നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതുക. ശേഷം ആദ്യം നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതാം. മഹാത്മാഗാന്ധിയുടെ ജനന തീയതി എല്ലാവർക്കും അറിയുമായിരിക്കും. ഗാന്ധി ജയന്തിയൊക്കെ ആയിട്ട് നമ്മൾ ആചരിക്കുന്നതാണ് ഒക്ടോബർ 2. ഏത് വർഷത്തിലാണെന്നറിയോ? ഏത് വർഷമാണ് ഗാന്ധി ജനിക്കുന്നത്? അതേ 1869. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിക്കുന്നത്. എവിടാ ജനിക്കുന്നത്? ഗുജറാത്തിലെ പോർബന്ദർ എന്നുള്ള സ്ഥലത്ത്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അച്ഛൻ്റെ പേരെന്താണെന്നറിയോ? കരംചന്ദ് ഗാന്ധി എന്നാണ്. അച്ഛൻ്റെ പേര് കൂട്ടിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പേര് കിട്ടിയത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അതായത് നമ്മുടെ ഗാന്ധിയുടെ അച്ഛൻ അന്ന് പോർബന്ദർ എന്നുള്ള നാട്ടുരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അമ്മയുടെ പേര് പുത്ലിബായി എന്നാണ്. ഭാര്യയുടെ പേര് എല്ലാവർക്കും അറിയുമായിരിക്കും, കസ്തൂർബ ഗാന്ധി എന്ന. കസ്തൂർബയെ ഗാന്ധി കല്യാണം കഴിക്കുന്നത്, വിവാഹം ചെയ്യുന്നത് 13-ാമത്തെ വയസ്സിലാണ്. അന്ന് ശിശുവിവാഹങ്ങളൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. രാഷ്ട്രീയ ഗുരു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. എല്ലാവർക്കും അറിയണം. അതിൻ്റെ കൂടെ സ്വാതന്ത്ര്യദിന ക്വിസൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. രാഷ്ട്രീയ ഗുരുവാരാണ് ഗാന്ധിജിയുടെ? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ തൊഴിലെന്തായിരുന്നു എന്നറിയോ? ബാരിസ്റ്ററായിരുന്നു, അഭിഭാഷകനായിരുന്നു, വക്കീലായിരുന്നു.
വക്കീലായിട്ട് ജോലി ചെയ്തിരുന്നത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. 1888 നിയമം പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് ഗാന്ധിജി പോയി. 5 വർഷം നിയമം പഠിച്ചതിന് ശേഷം പിന്നീട് സൗത്ത് ആഫ്രിക്കയിലേക്ക് ജോലിക്ക് വേണ്ടി പോയി. അവിടെ വർഷങ്ങളോളം ജോലി ചെയ്തു. അതിനുശേഷമാണ് ഗാന്ധിജി തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന കഥ മുതലാണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഗാന്ധിജിയെ മഹാത്മാഗാന്ധി എന്നാണല്ലോ നമ്മൾ പറയുക. മഹാത്മാ എന്ന് ആദ്യമായിട്ട് വിളിച്ചത് നമ്മുടെ ദേശീയ ഗാനമൊക്കെ രചിച്ച രവീന്ദ്രനാഥ് ടാഗോറാണ്. ഗാന്ധിജി മരണപ്പെടുന്നത് 1948 ജനുവരി 30-നാണ്. ഇത്രയും കാര്യങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളാണ്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം, എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഗാന്ധിജിയുടെ ആത്മകഥയൊക്കെ എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ്. എല്ലാവരും അത് വാങ്ങി വായിക്കണമെന്ന് കൂടെ ഞാൻ സാന്ദർഭികമായിട്ട് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വക്കീൽ ജോലിയൊക്കെ ഒഴിവാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പേജിലുള്ളത്. പിന്നെ ഇതേപോലുള്ളൊരു ചിത്രം ഞാൻ കാണിക്കും. നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട ഭാഗം കാണിക്കാൻ വേണ്ടി ഇതേപോലുള്ളൊരു ചിത്രം കാണിക്കും. അപ്പോൾ ഈ ഒരു ചിത്രം, ഈ കുട്ടിയുടെ ചിത്രം കണ്ടോ നിങ്ങൾ? ഈ ചിത്രമുള്ള ഭാഗം നോട്ട്ബുക്കിലേക്ക് എഴുതണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിനി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഒരു ചിത്രം കാണുന്ന ഭാഗങ്ങളെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതണം. അത് മാത്രം നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഗാന്ധിജി എവിടാ ഗാന്ധിജി വരുന്നത്? 1915 ജനുവരി 9-നാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അഭിഭാഷക ജോലിയൊക്കെ ഒഴിവാക്കി ഭാര്യ സമേതം ഇന്ത്യയിലേക്ക് വരുന്നത്. 1915 ജനുവരി 9 നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റാ. ചരിത്രം പഠിക്കുന്ന നമ്മൾ ചില ഡേറ്റുകളെല്ലാം ഓർത്തിരിക്കണം, ചില തീയതികളെല്ലാം ഓർത്തിരിക്കണം. ചരിത്രത്തിൻ്റെ തുടക്കമാണിവിടെ. നിങ്ങൾ ഇനി മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റുകൾ വളരെ പ്രധാനമാണ് ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ തീയതികളൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. 1915 ജനുവരി 9-നാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. എവിടാ ഗാന്ധിജി വന്നിറങ്ങിയത്? കപ്പലിലായിരുന്നു വന്നത്. ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്താണ് ഗാന്ധിജി വരുന്നത്. ഗാന്ധിജി വരുമ്പോൾ ഗാന്ധിയെ സ്വീകരിക്കാൻ ഒത്തിരി പേര് ആ തുറമുഖത്ത് തടിച്ചുകൂടിയിരുന്നു. ഓക്കെ, അങ്ങനെ ഗാന്ധിജി വന്ന ഈ ഒരു കാര്യം നമ്മളെ മനസ്സിൽ ഓർത്ത് വെക്കേണ്ടതായതുകൊണ്ട് അതും നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഇനിയുള്ള ഭാഗങ്ങൾ ഒരു ചോദ്യം ഉത്തരം എന്നുള്ള രൂപത്തിലാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്കത് എഴുതാം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എപ്പോഴാണ് തിരിച്ചെത്തിയത്? എഴുതിക്കോളൂ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എപ്പോഴാണ് തിരിച്ചെത്തിയത്? 1915 ജനുവരി 9-ന്. എവിടെയാണ്? ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത്. ഇത്രയും നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതൂ. എഴുതിയല്ലോ. ഇനി ഗാന്ധിജി വരുന്ന സമയത്ത് എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, 1600 മുതൽ ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, അല്ലേ? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. അന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കൊളാഷ് കൊടുത്തിട്ടുണ്ട്. ആ കൊളാഷ് നമുക്കൊന്ന് കണ്ടാലോ? ഇതായിരുന്നു അന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ. നോക്കൂ നിങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു. നമുക്കൊരു പക്ഷേ അത്ഭുതം തോന്നും. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം നമ്മളിപ്പോൾ ദേശഭക്തി ഗാനങ്ങളൊക്കെ പാടാറുണ്ട്, അതിൻ്റെ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ അന്ന് ഭരിച്ചിരുന്നത് ഇന്ത്യക്കാരായിരുന്നില്ല. ഗാന്ധിജി 1915 ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അവർ ഇന്ത്യൻ ജനതയുടെ ദേശീയതയെ, ദേശഭക്തിയെ ഒക്കെ നിരുത്സാഹപ്പെടുത്തുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചപ്പോൾ സ്കൂൾ കുട്ടികൾ അവരെ ശിക്ഷിച്ചത്. കരകൗശല തൊഴിലാളികൾ, നെയ്ത്തുകാർ, ഇവരൊക്കെ പട്ടിണിയിലായി. ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾ, അവർക്കൊക്കെ പട്ടിണിയിൽ, അവർ ജോലി ചെയ്യുന്നതിനൊന്നും വേണ്ട പ്രതിഫലം കൊടുക്കാത്തൊരവസ്ഥയുണ്ടായി. അതേപോലെ തന്നെ നികുതികൾ വർദ്ധിപ്പിച്ചു, പുതിയ നികുതികൾ ഏർപ്പെടുത്തി. കർഷകരുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു. കർഷകർ പകലന്തിയോളം ജോലി ചെയ്താലും
വളരെ തുച്ഛമായ പ്രതിഫലം മാത്രമായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ദേശഭക്തി ഗാനം പ്രസിദ്ധീകരിച്ചതിന് പത്രാധിപരെ വഴിയോരത്ത മരത്തിൽ കെട്ടിത്തൂക്കിക്കൊന്നു. ഇതായിരിക്കും ദേശഭക്തി കാണിക്കുന്നവരുടെ അവസ്ഥ എന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടി അത്തരം പത്രത്തിൻ്റെ പത്രാധിപരെയൊക്കെ വഴിയോരത്ത് കെട്ടിത്തൂക്കിക്കൊന്നു. ഇത്ര വളരെ ശോചനീയമായ ഒരവസ്ഥയിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതെല്ലാം ഗാന്ധിജി അറിഞ്ഞിട്ടും ഗാന്ധിജി ഒറ്റയടിക്ക് ഇവരെ എതിർക്കാൻ വേണ്ടി അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചില്ല. ഗാന്ധിജി ഒരു പുതിയ രൂപമാണ് കൊണ്ടുവന്നത്. അത് പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യം നോട്ട്ബുക്കിലേക്കൊന്ന് എഴുതാം. രണ്ടാമത്തെ ചോദ്യമായി, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. ഒന്നാമത്തത്, കർഷകരും കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും ദുരിത ജീവിതം നയിച്ചു. രണ്ടാമത്തത്, നികുതികൾ വർദ്ധിപ്പിച്ചു, പുതിയ നികുതികൾ അവതരിപ്പിക്കപ്പെട്ടു, അല്ലേ? മൂന്നാമത്തത്, ദേശഭക്തി ഗാനത്തെ ബഹുമാനിച്ചതിന് ആലപിച്ചതിന് വിദ്യാർത്ഥികളും എഡിറ്റർമാരും ശിക്ഷിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന സകല നിയമങ്ങളും എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ ആളുകൾ നിർബന്ധിതരായി. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക അവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരവസ്ഥയിലാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നത്. ഗാന്ധിജി വന്ന സമയത്ത് ഇത്രയൊക്കെ പ്രയാസങ്ങളുണ്ടായിട്ടും അക്രമത്തെ ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചില്ല. ഗാന്ധിജി ഒരു പുതിയ സമരരീതി തന്നെ കൊണ്ടുവന്നു. ആ സമരരീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സത്യാഗ്രഹ സമരം. സത്യാഗ്രഹം, സത്യം, ആഗ്രഹം. ഓക്കെ, സത്യാഗ്രഹ സമരം. സത്യാഗ്രഹ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ്. സത്യത്തെ മുറുകെ പിടിക്കുന്നതോടുകൂടി തെറ്റെന്ന് തോന്നിക്കുന്ന ഒന്നിനെയും അംഗീകരിക്കാതെ അതിനൊക്കെ എതിർക്കുക, പക്ഷേ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അഹിംസ കൈവടിയാൽ ആരെയും ഹിംസിക്കാൻ പാടില്ല. അഹിംസയെ ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ സത്യാഗ്രഹ സമരത്തിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, സത്യത്തെ മുറുകെ പിടിക്കുക. മറ്റൊന്ന്, തിന്മയെ എതിർക്കുക. പിന്നെയോ, അഹിംസയിൽ ഉറച്ചു നിൽക്കുക. അഹിംസ വളരെ പ്രധാനമാണ്. ആരെയും ആക്രമിക്കാൻ പാടില്ല, ഹിംസിക്കാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു ഗാന്ധിയുടെ നയം. ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, അഹിംസയും സത്യവും എൻ്റെ രണ്ട് ശ്വാസകോശങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞൊരു മഹാത്മാവിന് തീർച്ചയായിട്ടും അഹിംസ മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ സത്യാഗ്രഹ സമരം, അതായിരുന്നു ഗാന്ധിജിയുടെ സമരത്തിൻ്റെ പേര്. നോട്ട്ബുക്കിലേക്ക് നമുക്കതൊന്ന് എഴുതിയാലോ? എഴുതിക്കോളൂ. മൂന്നാമത്തെ ചോദ്യമായി എഴുതാം, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി അവതരിപ്പിച്ച പ്രതിഷേധ രീതി എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. എന്തായിരുന്നു ആൻസർ? സത്യാഗ്രഹം, സത്യാഗ്രഹ സമരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സത്യാഗ്രഹ സമരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതാണ് നാലാമത്തെ ചോദ്യമായിട്ട് എഴുതേണ്ടത്. എന്തൊക്കെയാ സവിശേഷതകൾ? ഒന്ന്, സത്യം മുറുകെ പിടിക്കുക. രണ്ട്, തിന്മയെ എതിർക്കുക. മൂന്ന്, അഹിംസയിൽ ഉറച്ചു നിൽക്കുക. അക്രമം കാണിക്കാതിരിക്കുക. സമാധാനപരമായിട്ട് സമരം നടത്തുക, അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഗാന്ധിജി കൊണ്ടുവന്നു. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകനായി. എന്തുകൊണ്ടാണ് ഗാന്ധിജിക്ക് അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകനാകാൻ പറ്റിയത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധിജിയുടെ ലളിതമായ ജീവിതമാണ്. അതേപോലെ തന്നെ മനോഹരമായ സംസാര ശൈലിയാണ്. ഇതൊക്കെ അന്നത്തെ ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചു. എല്ലാവരും ഗാന്ധിജിയുടെ പുറകിൽ ഗാന്ധിജി പറയുന്ന കാര്യങ്ങൾ മനസാ വാച കർമ്മണ അനുസരിക്കുന്നവരായിട്ട് മാറി. ആ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത പോയിന്റായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. അഞ്ചാമത്തെ ചോദ്യമായി, ഗാന്ധിജിയെ ഇന്ത്യയുടെ ദേശീയ നേതാവാകാൻ സഹായിച്ച ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധിജിയുടെ ലളിതമായ ജീവിത രീതിയായിരുന്നു. മനോഹരമായ സംസാരം. ഗാന്ധിജിയുടെ ജീവിത രീതി, ഗാന്ധിജിയുടെ വസ്ത്രത്തിൻ്റെ ശൈലി ഒക്കെ നിങ്ങൾക്കറിയാം, അല്ലേ? വളരെ ലളിതമായ ജീവിത രീതിയായിരുന്നു. അതേപോലെ മനോഹരമായ സംസാരം. ഇതൊക്കെ ഇന്ത്യയിലെ സാധാരണക്കാരുടെ മനസ്സ് കീഴടക്കി. ഇന്ത്യയിലെ ജനങ്ങളുടെ ബഹുജന പിന്തുണ അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ പ്രസ്ഥാനം. ഓക്കെ, ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി ഗാന്ധിജി ആകുന്നതിനുള്ള കാരണമാണിപ്പം പറഞ്ഞത്. എന്തൊക്കെയാ? ലളിതമായ ജീവിത രീതിയും മനോഹരമായ സംസാര
ശൈലിയും. ഇദ്ദേഹം സംസാരിക്കുന്നതെന്തോ അത് ജീവിതത്തിൽ കാണിച്ചിരുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗാന്ധിയുടെ പ്രശസ്തമായ ഒരു കോട്ടിംഗ് ആണത്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അങ്ങനെ പറയണമെങ്കിൽ ജീവിതം തീർച്ചയായിട്ടും സംസാര ശൈലി പോലെ, സംസാരത്തെ പോലെ തന്നെ ആക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഗാന്ധിജിയെ പെട്ടെന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് എത്തുന്നതിന് കാരണം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ തുടർച്ചയായി 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഏതൊക്കെ രൂപത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക, നോട്ടിൽ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ എഴുതുക. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ആവേശപൂർവ്വം കാത്തിരിക്കുക. എല്ലാവർക്കും ഗുഡ് ബൈ.